മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. സംഭാവന നൽകിയ രമേശ് ചെന്നിത്തലയെ വിമർശിച്ച് രംഗത്തുവന്ന KPCC അധ്യക്ഷൻ K. സുധാകരന്റെ നടപടി പ്രതിപക്ഷ നേതാവ് തള്ളി. പണം നൽകിയതിൽ തെറ്റില്ല, ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടുതൽ സുതാര്യമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് സംഭാവന നൽകാൻ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായ ഫോറമുണ്ടെന്ന KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരായ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന തള്ളിയ അദ്ദേഹം VM സുധീരനും രമേശ് ചെന്നിത്തലയും നൽകിയ സംഭാവനകളെ പിന്തുണച്ചാണ് സംസാരിച്ചത്. ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും ജനങ്ങൾക്ക് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സംസ്ഥാന സർക്കാർ നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 2018 പ്രളയമാണ്. അപ്പോൾ കുറേ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും, അതിനൊരു കണക്കുണ്ടാവും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഇത് പറഞ്ഞാൽ മതി. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VM സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വയനാട് ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ദുരിതമനുഭവിക്കുന്ന വിഭാഗങ്ങളെ ഒരുമിച്ച് സഹായിക്കുകയാണ് വേണ്ടതെന്ന് വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് ചിന്താഗതികൾക്കുമെല്ലാം അപ്പുറത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് MLA ഫണ്ട്, എൻ്റെ MLA എന്നുള്ള നിലയിലുള്ള ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ CRMDFൽ കൊടുക്കാൻ തീരുമാനിച്ചത്. അതേസമയം വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്ന് അറിയില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനായി രാജ്യസഭയിലും ലോക്സഭയിലും MP മാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.